ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളും നോക്കുന്നതിന് മുൻപ് ഇന്ന് മാർക്കറ്റിൽ ഏത് രീതിയിലാണ് ലെവൽസ് ഒക്കെ വർക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. നിഫ്റ്റി ഒരു ചാനലിലൂടെ ഒരേ ഫോർമാറ്റിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 5-6 ദിവസമായിട്ട് ഒരേ ഫോർമാറ്റിലാണ് മാർക്കറ്റ് പോകുന്നത്. എല്ലാ ദിവസവും ഫ്രഷ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും, ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യും, ഒരു ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള ഫോർമാറ്റിലാണ് എല്ലാ ദിവസവും മാർക്കറ്റ് നിഫ്റ്റി പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ആ രീതി തന്നെ പോകുന്നു. ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരും, നമ്മുടെ താഴെയുള്ള ആ ഒരു ട്രെൻഡ് ലൈനിനെ സപ്പോർട്ട് എടുക്കും, വീണ്ടും മുകളിലേക്ക് കയറും, പിറ്റേ ദിവസം വീണ്ടും ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യും, താഴേക്ക് വരും, ട്രെൻഡ് ലൈൻസ് സപ്പോർട്ട് എടുക്കും. ആ രീതി തന്നെ ഇന്നും ആൾവേസ് അതുപോലെ തന്നെ നമുക്ക് നോക്കിയടിച്ച ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ഇതിനകത്തേക്ക് വന്ന് കുറച്ച് നേരം കൺസോൾട്ടേഷൻ. അത് ഈ ഒരു കൺസോൾട്ടേഷൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതേ രീതിയിൽ ഇന്ന് എക്സ്ട്രീം ബുള്ളിഷ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് കുറച്ച് ഇതായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ രാവിലത്തെ കുറച്ച് നേരം ആ ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പ് ലേശം ബുള്ളിഷ് മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇതുണ്ടായിരുന്നു. സോ നിഫ്റ്റി വീണ്ടും ഈ പറയുന്ന രീതിയിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, താഴേക്ക് വന്നു. സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ നോക്കും, നമ്മുടെ ട്രെൻഡ് ലൈൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് കഴിഞ്ഞൊരു 10-ാം തീയതി ആ സമയം തൊട്ട് മാർക്കറ്റ് ആ ഒരു രീതിയിലാണ് കയറി വരുന്നത്. അവിടെ സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ആസ് യൂഷ്വൽ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് കഴിഞ്ഞ വന്നിരിക്കുന്ന എല്ലാ ദിവസവും വരുന്ന രീതിയിൽ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയക്കകത്ത് ഒരു ഫാൾസ് എന്താ പറയുക, ഒരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ഇതുണ്ടായിരുന്നു, കവർ ചെയ്യുന്നു. ആ ഒരു ട്രെൻഡ് ലൈനിനെ വീണ്ടും താഴേക്ക് എക്സ്ട്രീമായിട്ട് താഴേക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു ബുക്കിംഗ് നേരെ താഴെ വരുന്നു. ട്രെൻഡ് ലൈനിലേക്ക് എത്തിയിട്ടില്ല. സോ ആ ഒരു ആസ് യൂഷ്വൽ ആ ഒരു ട്രെൻഡ് തന്നെ ഒരു ഓൾ ടൈം ഹൈ, പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ഹൈയും ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്തു നിഫ്റ്റിക്കകത്ത്. ആസ് യൂഷ്വൽ ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ ലെവൽസോ അല്ലെങ്കിൽ പുതിയ ഇൻസിഡൻറ്റോ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൻ്റെ പുറത്തേക്ക് മാർക്കറ്റ് ഇറങ്ങി ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഉള്ള രീതിക്കകത്ത് ഇതിനകത്തൊരു ഫ്രഷ് എന്താ പറയുക ലെവൽസോ കാര്യങ്ങളോ പറയുന്ന രീതിയിലേക്ക് ഒരു പുതിയ രീതിയിലുള്ള സംഗതികളൊന്നും ആക്കുന്നില്ല. കാരണം ഒരു ചാനലിലൂടെ തന്നെ മാർക്കറ്റ് കഴിഞ്ഞ് 8 ദിവസത്തോളം പോകുന്നു. ആ ചാനലിനകത്തുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നു. അതിനകത്തുള്ള എൻട്രീസിനെ നമുക്ക് പ്രോപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ അതാണ് പോകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് എക്സ്ട്രീം ബുള്ളിഷ് ആയിരുന്നു. ഏകദേശം 1300 പോയിന്റോളം മുകളിലേക്ക് പോയതിൻ്റെ ശേഷമാണ് നമുക്ക് ഒരു എന്താ പറയുക ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ ലെവൽ കഴിഞ്ഞതിന് ശേഷം ഇതായിരുന്നു ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള ലെവൽ വന്നിരുന്നത് 51,113 എന്നുള്ളതാണ് ഓൾ ടൈം ഹൈ. ആ ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം എക്സിറ്റ് പോൾ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം വന്നിരിക്കുന്ന ഒരു മൺഡേ വന്നിരിക്കുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈ ആണ് ഇന്ന് ബ്രേക്ക് ചെയ്ത്. സോ ആ സമയത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അതുവരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സാക്റ്റ് ആയിട്ട് അതിന് സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഓൾ ടൈം ഹൈ വരുന്നത്. ഓൾ ടൈം ഹൈയിലായിരുന്നു കുറേ നേരമായിട്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഓൾ ടൈം ഹൈ എന്ന് കുറേ പേര് ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ആയിരുന്നു, ഒക്കെ പർച്ചേസ് ചെയ്ത കാര്യങ്ങളായി ഒരുപാട് പേർക്ക് അത് ഇതായിരുന്നു. സോ ഇന്നത്തെ കേസിനകത്ത് പിന്നീട് ഉണ്ടായിരിക്കുന്ന അത് മുകളിലേക്ക് കയറി കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ലെവൽസോ കാര്യങ്ങളോ നോക്കാനോ കാര്യങ്ങളോ ആയിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. സോ നമുക്കൊരു പാറ്റേൺ വരച്ച് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനകത്ത് കൂടെയായിരുന്നു മാർക്കറ്റ് പോയത്. നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതായിരുന്നു മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ഒരു 5 മിനിറ്റ്സിലാണ്, നമ്മൾ 3 മിനിറ്റ്സിലോ 1 മിനിറ്റ്സിലോ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് മാർക്കറ്റ് പോയിരുന്നത്. സോ ഈ ഒരു സംഭവത്തിൽ ഇവിടുന്ന് കാര്യങ്ങളായിട്ട് ഒരു ഹൈ ചെയ്ത് ആൾമോസ്റ്റ് ഒരു എന്താ പറയുക 2:45 സമയത്തോട് കൂടിയിട്ട് എന്തായാലും ഇത്രയും കയറി കഴിഞ്ഞ സ്ഥിതിക്ക് മാർക്കറ്റ് ഒരു ബുക്കിംഗ് വരുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏരിയ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഏരിയാസ് ഒന്നുമില്ല. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരുന്നു. നമുക്കത് ഈ ഒരു ടച്ച് ചെയ്തതിന് ശേഷം ഡ്രോ ചെയ്തിരിക്കുന്ന ഏരിയ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസൊന്നുമല്ല. പക്ഷേ ടച്ച് ചെയ്ത് താഴെ വന്നു, ഇവിടെയുള്ള ലിക്വിഡിറ്റി കൂടി കളക്ട് ചെയ്തതിന് ശേഷമാണ് വീണ്ടും താഴേക്ക് വന്നിരിക്കുന്നത്. സോ അതിന് ശേഷം വരച്ചിരിക്കുന്ന ലൈനാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ട്രെൻഡ് എടുക്കാൻ പറ്റുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 48 EMA മാർക്കറ്റിനകത്ത് ഇന്നുള്ള സമയങ്ങളിൽ മുഴുവൻ 48 EMA നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. മാർക്കറ്റ് താഴെ വന്ന സമയത്തും ഒരു എന്താ പറയുക ഇവിടെ ഈ ട്രെൻഡ് ലൈനകത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത സമയത്തും മാർക്കറ്റ് താഴെ വന്നു 48 EMA ക്ലോസ് ചെയ്തപ്പോൾ നന്നായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടായതാണ്. അതുപോലെ തന്നെ ഇന്ന് 48 EMA ഉച്ചയ്ക്ക് ശേഷം 48 EMA ഒരു ഈവനിങ് സെഷനകത്ത് 48 EMA താഴെ വന്ന സമയത്ത് ഇവിടുന്ന് എടുത്തിരിക്കുന്ന എൻ്റെ ട്രേഡ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പായിരുന്നു. കാരണം നിഫ്റ്റി താഴോട്ടാണ്, നിഫ്റ്റി ഒരു ബുള്ളിഷ് ഇത് കണ്ടിട്ടില്ല.
സോ ഒരു ഇൻഡെക്സ് താഴേക്ക് വരുന്ന സമയത്ത് അതിനെ റെസ്പെക്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സോ 48 ചെയ്യുമ്പോൾ താഴേക്ക് വന്ന സമയത്തായിരുന്നു ഒരു ട്രേഡ് ഉണ്ടായിരുന്നത്. താഴേക്ക് വന്നു. ഇവിടുന്ന് വന്നിരുന്ന സമയം നിഫ്റ്റി 51,500 ആയിരുന്നു എടുത്തത്. 51,500 ഈ ഒരു 35 രൂപയ്ക്ക് എടുത്തു. 230 വരെ പോയി 150 പോയിന്റോളം കവർ ചെയ്തു. അത്യാവശ്യം നല്ലൊരു ഒരു പ്രോഫിറ്റ് ഇതിനകത്ത് നിന്ന് കവർ ചെയ്തിരുന്നു. ഈ ഏരിയക്കകത്തായിരുന്നു എടുത്തിരുന്നത്. ദെൻ ഈ ഒരു ട്രെൻഡ് ലൈനിനകത്ത് സപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്ക് ഈ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിരുന്നു. ആ ഒരു സംഭവം കിട്ടി. ദെൻ ഈ ട്രെൻഡ് ലൈൻ ആദ്യം ഡ്രോ ചെയ്തിരുന്നത് ഒരു 358 പോയിന്റോളം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. 51,500 ഏകദേശം 230 പോയിന്റോളം ആ ഒരു ലാസ്റ്റ് ടൈമിൽ വന്നിരുന്നു. എന്നിട്ട് 200 ആയ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആ രീതിയിലായിരുന്നു നിഫ്റ്റിക്കകത്തുണ്ടായത്. ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ട്രേഡ്സ് ലെവൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കകത്ത് നമുക്ക് പറയുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് ഒരു ലെവൽസ് കാര്യങ്ങളായിട്ട് പറയാനുള്ളൊരു വകുപ്പ് ഇതിനകത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കെ താഴേക്ക് വരിക ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പുതിയ ലെവൽസ് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യാനുള്ള സംഗതിയുള്ളൂ. എല്ലാ ദിവസവും ചെയ്യുന്ന പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സാധാരണ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ ആ രീതിയിൽ ഫോർമാറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. നാളെയും ഒരു ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നോക്കുന്ന സമയത്ത് ന്യൂട്രൽ ഓപ്പണിംഗ് ആണെങ്കിൽ താഴെ ചിലപ്പം ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നിഫ്റ്റി എന്താ പറയുക, നിഫ്റ്റി ആ ഒരു ലെവൽസ് ഓൾ ടൈം ഹൈ എന്നുള്ള ബാങ്ക് നിഫ്റ്റി ആ ഓൾ ടൈം ഹൈ എന്നുള്ള സംഭവം ആ ഒരു സംഗതിയോ ട്രെൻഡ് ലൈനിനും മൾട്ടിപ്പിൾ ഡേയ്സിനകത്തുള്ള ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അവിടേക്ക് എത്തിയിട്ടില്ല. ആ ഒരു മൾട്ടിപ്പിൾ ഡേയ്സിൽ വരുന്ന ട്രെൻഡ് ലൈൻ ഉണ്ട്. നിഫ്റ്റിക്കകത്ത് വന്നിരുന്നത് കുറേ മാസങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ട്രെൻഡ് ലൈൻ ഉണ്ട്. അതിനകത്തേക്ക് എത്തിയിട്ടില്ല. സോ ഈ ഒരു സംഭവങ്ങൾ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്ന സമയം അത് സംഭവം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു ബുക്കിംഗ് സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു കേസ് വരില്ല. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ല ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ വ്യൂ അല്ലെങ്കിൽ ആ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നത്തെ രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ചാൻസ് ഒരു നോർമൽ കണ്ടീഷനകത്ത് വരാനുള്ള സാധ്യത നമുക്ക് നോർമൽ കണ്ടീഷനകത്തൊരു നോർമൽ വ്യൂവിനകത്തൊരു ഗ്യാപ്പ് അപ്പ് ആൾവേസ് ഈ ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്ന രീതിയിൽ ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഈ ഒരു ഏത് രീതിയിൽ ഗ്യാപ്പ് അപ്പ് വരുന്ന സംഭവമാണെങ്കിലും ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ 23,521 ഈ ഒരു ഏരിയ വരുന്നത് 23,554ൻ്റെയും 23,524 ഈ ഒരു 25 പോയിന്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ്. നിഫ്റ്റി ഈ ഒരു ഏരിയക്കകത്ത് വരുന്ന സമയത്ത് കൺസോൾട്ടേഷൻ എന്നുള്ള രീതിക്കകത്താണ് വരുന്നത്. ഈ ഒരു ഏരിയക്കകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു നോ ട്രേഡ് സോൺ ആയിട്ട് ഞാൻ കാണുന്നത്. ഇതിന് മുകളിലേക്കൊക്കെ ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്യാൻഡിലിനകത്ത് എല്ലാ ദിവസവും നോക്കാം എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഫസ്റ്റ് ടൈമിലൊക്കെ എൻട്രി എടുക്കാം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ താഴേക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് വരുന്നത്. സോ അത് ഈ ലൈനിൻ്റെ ഇവിടെയൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ കണ്ണും പൂട്ടി നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ എൻട്രി എടുക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. സോ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ താഴെ വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ടച്ച് ചെയ്ത് റിവേഴ്സൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് ഡേയ്സിനകത്ത് ട്രേഡിംഗ് ടൈമിനകത്താണെങ്കിൽ ലാസ്റ്റ് ടൈമിലേക്കുള്ള രീതിയിലല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഒരു ഇത് കാണിക്കുന്നത് റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ മാർക്കറ്റ് ഇവിടെ തട്ടി റിവേഴ്സൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സി ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളാക്കി പോകാം. ഇവിടുന്ന് കാര്യങ്ങൾ വെച്ചാൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ സംഭവങ്ങൾ ഓക്കെ ആ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് വരുന്നത്. സോ അതാണ് ഒരു ഇത് വരുന്നത്, സ്ട്രാറ്റജി വരുന്നത്. അതല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയി നിൽക്കുന്ന സമയമാണ്. സോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നാളത്തെ സമയത്തിനകത്തൊരു ന്യൂട്രൽ ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ കൂടെ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം ചാൻസ് കൂടുതലുണ്ട് നിഫ്റ്റി താഴേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം കുറേ ദിവസങ്ങളായിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ്. സോ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നമ്മുടെ പ്രീവിയസ് ഇതിനകത്തുള്ള ഇതൊരു ട്രെൻഡ് ലൈനാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കുറേ മാസങ്ങളായിട്ട് നമുക്ക് ലെവൽസ് എന്താ പറയുക ഒരു റെസ്പെക്റ്റ് ചെയ്ത് പോയിരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ താഴെ, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിനെ താഴെയുള്ള ഈ ഒരു സപ്പോർട്ടായിട്ട് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് സപ്പോർട്ടായിട്ട് ഫേസ് ചെയ്തിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നതിൻ്റെ ഒരു റീടെസ്റ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ ഇവിടെ റീടെസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 100% നമുക്ക് അതിനകത്ത് ഇവിടെ താഴെ ഒരു ദിവസം കൊണ്ട് എത്തിയിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. കുറേ ഏരിയ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്ന ഏരിയ ഉണ്ട്. സോ അതിലൊരു ഏരിയയാണ് 23,439 ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. ദെൻ ഇതിനകത്തുള്ള ഈ ഒരു ഏരിയ ഒക്കെ കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. ഇങ്ങനെയുള്ള ഏരിയക്കകത്തൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഇപ്പോൾ കഴിയുന്നതും അത്യാവശ്യം പ്രോഫിറ്റിലാണെങ്കിൽ ബുക്ക് ചെയ്യാൻ നോക്കുക. ഈ ഒരു 49 പോയിന്റ് എന്നൊക്കെ പറയുന്ന മൾട്ടിപ്പിൾ ഡേയ്സിനകത്ത് ഒരു കൺസോൾട്ടേഷൻ പോലെ വന്നിരിക്കുന്നതാണ്. സോ നാളെ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് നോക്കിയെടുക്കുക. അവിടെ കൺസോൾട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് പോലും മെൽട്ടായി പോകാൻ സാധ്യതയുണ്ട്.
സോ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുക. സോ നിഫ്റ്റിയുടെ കേസിൽ ആ ഒരു രീതിയിലേക്കാണ് നിൽക്കുന്നത്. ആസ് യൂഷ്വൽ താഴെ ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ വെച്ചാൽ മുകളിലേക്ക് പോകാനാണ് സാധ്യത. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴേക്ക് ബ്രേക്ക് ഇട്ട് കിട്ടിയാൽ താഴേക്ക് വരുന്ന രീതിയിലേക്ക് സാധ്യതയുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റിക്കകത്തേക്ക് നമുക്കൊരു പുതിയ ലെവൽസ് എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളാവാനുള്ള സംഭവങ്ങൾ നമുക്ക് വളരെ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന ഓൾ ടൈം ഹൈയിലൊക്കെ അകത്ത് നിന്നിരിക്കുന്ന സംഭവമാണ്. 51,113 ഉണ്ടായിരുന്ന പുതിയൊരു ഓൾ ടൈം ഹൈ എന്നുള്ള രീതിയിൽ. സോ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ ഒരു സംഭവം നോക്കാം. നമ്മളൊരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനകത്ത് എടുത്തിട്ട് ഫിബ് റിട്രേസ്മെൻറ്റ് നോക്കാം. ഒരു റീസെൻറ്റ് സിംഗ് ലോ മുതൽ റീസെൻറ്റ് സിംഗ് ഹൈ വരെയുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം ഏത് രീതിയിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മളൊരു റീസെൻറ്റ് ലോ മുതൽ ഒരു റീസെൻറ്റ് ഹൈ വരെ ഒരു സിംഗ് ലോ മുതൽ സിംഗ് ഹൈ വരെ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ നമുക്ക് നോക്കാം. രണ്ട് കാര്യങ്ങളാണ് ബാങ്ക് നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റി ഓൾറെഡി പ്രീവിയസ് നമുക്ക് ഈ കാണുന്ന ഒരു ഡാർക്കായിട്ട് കാണുന്ന ഈ ഒരു സംഭവം ട്രെൻഡ് ലൈനാണ്. 2022 മുതൽ ബാങ്ക് നിഫ്റ്റി റെസ്പെക്ട് ചെയ്ത് പോയിരുന്ന ട്രെൻഡ് ലൈനാണ്, റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരുന്ന ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോയിരുന്നത്. ഇതൊരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന സംഭവമാണ്. ആ ഒരു എന്താ പറയുക, നമ്മുടെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു സംഭവമാണത്. സോ രണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയക്കകത്താണ് നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അങ്ങനത്തെ നോക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ന്യൂട്രൽ ഓപ്പണിങ്ങോ കാര്യങ്ങളോ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 0.382 എന്ന് പറയുന്ന ലെവൽ. ഈ ഒരു ഏരിയക്കകത്ത് വരുന്ന ഏരിയ 51,113 51,200 ഒരു 100 പോയിന്റിൻ്റെ ഗ്യാപ്പിനകത്ത് വരുന്ന ഒരു ഏരിയ. അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടുള്ളതാണ്. നമുക്കൊരു ഏരിയ മാർക്ക് ചെയ്തതാണ് അതിനകത്ത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു 100 പോയിന്റിൻ്റെ ഈ ഒരു ഏരിയ വരുന്നത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. റെസിസ്റ്റൻസായിട്ട് സപ്പോർട്ടായിട്ട് എടുക്കാനുള്ള ഒരു ഓൾ ടൈം ഹൈയും വരുന്നുണ്ട്. 0.382 എന്ന് പറയുന്ന ലെവൽസും വരുന്നൊരു ഏരിയയാണ്. സോ അത് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് 0.5 എന്ന് പറയുന്നത് 51,000 ഒരു സെൻറ്റിമെൻ്റൽ ഏരിയ കൂടി വരുന്നൊരു ഏരിയ അത്. സോ 51,000 51,113 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പോയിന്റിൻ്റെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. സോ അത്രയും ഏരിയ വരുന്ന 51,000 അല്ലാതെ വരുന്നത് 50,946 എന്ന് പറയുന്ന ഏരിയ നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നൊരു ഏരിയ ആണത്. സോ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയയാണ് 50,946 എന്ന് പറയുന്നൊരു ഏരിയ. സോ അതിനകത്ത് നമുക്ക് അത്രയും വരെ വന്ന കാര്യങ്ങളാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്കൊരു കോളോ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ റിവേഴ്സിൽ കാണിക്കുന്നുണ്ടെങ്കിൽ 50,946 എന്ന് പറയുന്ന ഏരിയക്കകത്ത് റിവേഴ്സിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ പോകും. കാരണം ഒരു സിംഗിളോടെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 50,929 എക്സാക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്ത് ഈ ഏരിയ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ 50,929 കാണാം. സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് 0.618 ലെവൽസ് വരുന്നുണ്ട്. അത് വരുന്നത് 50,693. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റായിട്ട് 50,693 ഉണ്ട്. ഒരു ഫൈനൽ ടാർഗറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഏരിയ 2022 മുതൽ ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിനകത്ത് നമുക്കൊരു ഫൈനൽ ടാർഗറ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിക്ക് ഇതിന് താഴെ വരുന്ന നമുക്ക് റീടെസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ദെൻ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ, ദെൻ ഫൈനൽ ടാർഗറ്റ്. ആ രീതിയിലാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിക്കകത്ത് ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റി അത്രയും വരെ ഒന്ന് റീടെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താണ്. ആ ഒരു ഏരിയ ഒരു 50,693 എന്ന് പറയുന്ന ഒരു ഏരിയ വരെയെങ്കിലും മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതാണ് മാർക്കറ്റിനകത്ത് താഴേക്ക് വരുന്ന കേസിലാണെങ്കിൽ കാര്യങ്ങൾ വരുന്നത്. മാർക്കറ്റ് അതല്ല മുകളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ആകെ ഒരു ലെവൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളൂ. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ 51,983 എന്ന് പറയുന്ന ഏരിയ. സോ മുകളിലേക്കാണെങ്കിൽ അതാണ് നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്യാനുള്ള സാധ്യത. സോ നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ള രീതി, കാരണം മാർക്കറ്റ് ഒരുപാട് മൂവ്മെൻറ്റ്സോ കാര്യങ്ങളോ എടുത്തിരിക്കുന്നില്ല. ഇതൊരു ഡൗൺഫാൾ വന്നിരിക്കുന്നത് 0 എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്ന ഏരിയ. ഇതിനകത്തുള്ള സംഭവങ്ങൾ ഈ ഒരു ഏരിയ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാന സമയത്ത് ഒരു ബുക്കിംഗ് വന്നിരിക്കുന്ന ഒരു ഏരിയയാണ്, പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്ന ഏരിയയാണ്. സോ നമുക്ക് നാളത്തെ ലെവൽസിന് ഏരിയക്കകത്ത് ഏത് രീതിയിൽ ഇനി മാർക്കറ്റ് കവർ ചെയ്യും എന്നുള്ള രീതിയിൽ മുകളിലേക്കാണെങ്കിൽ 51,968 എന്നുള്ള സംഗതി ഏരിയ. ഒരു ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴേക്ക് വരാനാണ് സാധ്യത കാണുന്നത്. സോ ബാക്കി ഏരിയാസും ബാക്കി സംഭവം കാര്യങ്ങളൊക്കെ നാളത്തെ മാർക്കറ്റ് ടൈമിനകത്ത് നമുക്ക് നോക്കിയിട്ട് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം.